എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫ്രഷ് ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ റെസിപ്പിയിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അതുപോലെ ഇതിൻ്റെ സ്പോഞ്ച് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വാനില കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 4 മുട്ടയുടെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാത്തതുകൊണ്ടാണ് 4 മുട്ട എടുത്തിരിക്കുന്നത്. അതുപോലെ ഈ രീതിയിലാണ് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തതല്ല. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തരികളോട് കൂടിയിട്ടുള്ള പഞ്ചസാര 3 തവണയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര എടുക്കുമ്പോൾ തരിയുള്ള പഞ്ചസാര തന്നെ എടുക്കണം, എങ്കിൽ മാത്രമേ ഇത് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം ഒരു വിസ്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇതിനത് സ്റ്റിഫാവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ള നല്ല സ്റ്റിഫായിട്ട് നമ്മൾ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ മുട്ടയുടെ തന്നെ മഞ്ഞയിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. ഇത് പൊടിച്ചതോ തരിയോട് കൂടിയിട്ടുള്ളതോ ഏതായാലും കുഴപ്പമില്ല. ഇനി കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കാം. 1 ടീസ്പൂണോളം നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് ബീറ്റായെങ്കിൽ മാത്രമേ കേക്കിന് മുട്ടയുടെ ടേസ്റ്റ് ഇല്ലാതിരിക്കൂ. നമ്മൾ ബീറ്റാക്കൽ കുറയുന്നത് കൊണ്ടാണ് കേക്കിന് എപ്പോഴും ഒരു മുട്ടയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ആ മുട്ടയുടെ കളറ് മഞ്ഞയിൽ നിന്ന് മാറിയിട്ടൊരു ലൈറ്റ് യെല്ലോ ആയി വരുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. തണുത്ത പാലല്ല, റൂം ടെമ്പറേച്ചറിലുള്ള നോർമൽ ഇതിലുള്ള പാലാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. 2 മുതൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ വരെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. റിഫൈൻഡ് ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ ഉരുക്കിയതും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർക്കാം. നമ്മളിവിടെ 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദ മാത്രമാണ് ചേർക്കുന്നത്. ഉപ്പ് നമ്മൾ മുട്ടയുടെ വെള്ളയിലിട്ടു. അതുപോലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് അരിച്ചെടുക്കാം. അപ്പോൾ പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കിയിട്ട് എല്ലാം നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതിനുശേഷം 8 ഇഞ്ചിൻ്റെ ഒരു ടിന്നിലേക്ക് ഇത് ഒഴിച്ചതിന് ശേഷം 170 ഡിഗ്രിയിൽ 40 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം തന്നെ ഈ കേക്ക് തയ്യാറാക്കി ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പിൽ കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് തണുത്തതിന് ശേഷം ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ കേക്കിന് നമ്മൾ 3 കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലാതെ തന്നെ ഇത് നല്ല സ്പോഞ്ച് കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് വിപ്പ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ്. അപ്പോൾ ഇത് ബേക്കേഴ്സ് വിപ്പ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, നല്ല ബ്രാൻഡാണ്. അപ്പോൾ ഈ പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. പൊടി 2 മുതൽ 2.5 കപ്പ് വരെ വേണ്ടി വരും ഈ കേക്കിന് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് പൗഡറും അതുപോലെ ബാക്കി നമ്മൾ വിപ്പിംഗ് ക്രീമുമാണ് എടുക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കുന്നത് അതേ അളവിൽ തന്നെ തണുത്ത വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത പാല് ചേർത്തിട്ടാണ്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ വിപ്പിംഗ് പൗഡർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാനായിട്ട് വെക്കണം. അതിന് ശേഷം എടുത്ത് ഫ്രോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് കിട്ടും. അപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ലിക്വിഡായിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 36% മുതൽ ഫാറ്റുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് വിപ്പ് ചെയ്യാനായിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന വിപ്പിംഗ് ക്രീമിനൊരു യെല്ലോയിഷ് ഷെയ്ഡാണ്. അപ്പം നമ്മൾ വാങ്ങിക്കുന്ന പൗഡറിന് കുറച്ചുകൂടെ ഒരു വൈറ്റ് ഷെയ്ഡ് കിട്ടാറുണ്ട്. അപ്പോൾ ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കേക്ക് ലെയർ ചെയ്തെടുക്കാം.
ഓരോ ലെയറുകളാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിൽ ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡ് തണുത്ത വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മധുരവും നല്ലൊരു മിൽക്കി ടേസ്റ്റും വരാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ലെയർ ക്രീം നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് ഇതിലേക്ക് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മാങ്ങ എടുക്കാം, കിവി എടുക്കാം, അതുപോലെ തന്നെ സ്ട്രോബെറി, ബെറീസൊക്കെ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് കിട്ടുമോ അതൊക്കെ വെച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഷുഗർ സിറപ്പിലിട്ട് വെച്ചിട്ട് നമ്മളിത് ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പുളി കുറച്ച് കുറഞ്ഞ് കിട്ടും, അതുപോലെ നല്ലൊരു മധുരവും കിട്ടും. അപ്പോൾ എല്ലാ ലെയറും ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചെറിയൊക്കെ ഇതിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ലെയർ ചെയ്തതിന് ശേഷം ഉള്ള ഒരു ഇത് കാണിക്കാം. അപ്പോൾ അങ്ങനെ കേക്ക് നമ്മൾ ക്രീമൊക്കെ ഇട്ട് നമ്മൾ ഫുള്ള് ലെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മഞ്ഞ കളറിലുള്ളൊരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഗനാഷ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ഹൈ പവറിലൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം. അതിന് മുൻപായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ക്രീം ചേർക്കുക, കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കുക. നമ്മളിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ അത്രയും നല്ല കട്ടിയിൽ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മളിപ്പം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളറ് ചേർക്കാം. നമ്മളിവിടെ യെല്ലോ കളറാണ് ചേർക്കുന്നത്, ജെല്ലായിട്ടുള്ള കളറാണ് ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടുള്ള ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കേക്കിന് മുകളിലായിട്ടൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഓറഞ്ചാണ്. വളരെ ചെറിയ അല്ലികളാണ്. അതിൻ്റെ പുറം ഭാഗത്തെ തൊലി കളഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കിവിയാണ്. അപ്പോൾ എനിക്ക് ഗ്രീൻ കളർ കിവിയല്ല കിട്ടിയിരിക്കുന്നത്, യെല്ലോ കിവിയായിരുന്നു. അപ്പോൾ ഗ്രീൻ കളർ കിട്ടുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് ബ്ലൂബെറിയും അതുപോലെ സ്ട്രോബെറിയും ഒക്കെ വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെറി. 1 കിലോയ്ക്ക് മേലെ വന്നിട്ടുള്ളൊരു കേക്കാണിത്. സിമ്പിളായിട്ടുള്ളൊരു വാനില ഫ്ലേവറിൽ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു സിമ്പിൾ കേക്കാണ്. അപ്പോൾ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റെഡ് വെൽവെറ്റ് കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മൾ ഈ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഈ ഫ്രൂട്ട്സിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേനൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. തേൻ ബ്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് കൂടിപ്പോകരുത്, വളരെ ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. തേന് പകരം നിങ്ങൾക്ക് മഞ്ഞ കളറിലുള്ള ഫ്രൂട്ട് ജാം വെച്ചിട്ടും ഇത് ബ്രഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്